ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ കലോത്സവം കാണാൻ പോയിട്ടോ. അപ്പോൾ സൺഡേ ലാസ്റ്റ് ഡേ ആയിട്ടോ ഞങ്ങൾ പോയത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളൊപ്പം പങ്കുവെക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ തേക്കിൻകാട് മൈതാനം. ഇവിടെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ആ സ്റ്റാളുകളൊക്കെ കണ്ടു. ഞങ്ങൾ ഇവിടെ കേട്ടോ ആദ്യം വന്നത്. ഇവിടെ കേട്ടോ മെയിൻ സ്റ്റേജ് ഉള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ അടിക്കുറിപ്പൊക്കെ എഴുതാണ്ടായിരുന്നു. ഞങ്ങളതിൽ പങ്കെടുത്തു. ഞങ്ങൾ മാധ്യമത്തിൻ്റെ പിക്ചർ എടുത്ത് അടിക്കുറിപ്പൊക്കെ എഴുതി. ഇവിടെ അപ്പോൾ ഞങ്ങൾക്കൊരു ചേച്ചി ബലൂണൊക്കെ തന്നു. മിയക്കുട്ടിക്ക് എനിക്കൊക്കെ ബലൂണൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ ആ ബലൂണെല്ലാം കൊണ്ട് പറത്തി കളിച്ചിട്ട് നേരെ മെയിൻ സ്റ്റേജിലേക്ക് പോയി. ഇവിടെ കുറേ സ്റ്റാളുകളുണ്ടായിരുന്നു. മനോരമ, മാതൃഭൂമി, അങ്ങനെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. സിറാച്ചി തുടങ്ങിയ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾ നടന്നു കേട്ടോ. അതെല്ലാം കണ്ട് നടന്നു. ഇവിടെ പങ്കെടുക്കാൻ വന്ന കുറേ ചേച്ചിമാരിനൊക്കെ കണ്ടു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് മെയിൻ എൻട്രൻസ്. ഇവിടെ നിറയെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഇതേ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദേ കളരിപ്പയറ്റ്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ അത് കാണാൻ പോയി. കാണാണ്ടിരിക്കുമ്പോൾ അവർ നന്നായി പെർഫോം ചെയ്തു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഇതൊക്കെ ഞങ്ങൾ സിനിമയിലാട്ടോ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ വടിയൊക്കെ പിടിച്ചിട്ടുള്ള ഫൈറ്റ്. പിന്നെ ഇത് കാണാൻ കുറേ പോലീസുകാരന്മാരൊക്കെ വന്നിട്ടുണ്ടായി. പിന്നെ വാൾ ഫൈറ്റ് ഞങ്ങൾ കണ്ടു. ഇതെന്തായാലും നല്ല രസമുണ്ടായി. ഞങ്ങളിതേ പിന്നെ കുറച്ചും കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദേ നാരങ്ങാവെള്ളം വിതരണം ചെയ്യുന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, പോയി 2 ഗ്ലാസ് നാരങ്ങാവെള്ളം കുടിച്ചു. നല്ല ദാഹം ഉണ്ടായിരുന്നു. അവിടെ കുറേ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും നാരങ്ങാവെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതേ പോയത് ചാനലുകളുടെ സ്റ്റാളിലേക്കായിരുന്നു. അവിടെ ഒരു ചേട്ടൻ നല്ല പെർഫോമൻസ് ഒക്കെ തന്നു. നന്നായി പെർഫോം ചെയ്തിട്ടാ ചേട്ടൻ. ഞങ്ങളിതേ അതെല്ലാം കണ്ട് പിന്നെ കുറച്ചു നേരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സിനിമാ നടൻ സിനിമാ നടൻ്റെ പേരൊക്കെ പറഞ്ഞു, ബിബിൻ. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ബിബിൻ ചേട്ടൻ്റെ പരിപാടിയെല്ലാം കണ്ടിട്ട് നേരെ സ്റ്റേജിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീശേരി കിട്ടിട്ടോ. എനിക്കും വീശേരി കിട്ടി. ഞാൻ ആ വീശേരിയെല്ലാം നല്ല ചൂടുള്ളതുകൊണ്ട് വീശിയിട്ടാട്ടോ ഞങ്ങൾ പോയത്. അങ്ങനെ കുറച്ച് നേരം നടക്കുമ്പോൾ ഇവിടെ മോരും വെള്ളം വിതരണം ചെയ്യുന്നു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, നല്ല ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് മോരും വെള്ളം കുടിച്ച് ഞങ്ങൾ അടുത്ത സ്റ്റേജ്. വാപ്പിയാണെങ്കിൽ മോരും വെള്ളം കണ്ടാൽ കുടിക്കും കേട്ടോ. വാപ്പിക്ക് മോരും വെള്ളം പറഞ്ഞാൽ ജീവനാ. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. മേക്കുട്ടി കാണാനില്ല പറഞ്ഞിട്ടും ഞാനും മേക്കുട്ടിയും വാപ്പിയും കൂടി ഫ്രണ്ട് സീറ്റിൽ പോയിരുന്നു. ഉമ്മച്ചിയും സേനമ്മി ബാക്കിൽ നിന്നിട്ടാട്ടോ കണ്ടത്. എന്തായാലും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഇവിടെ ആൺകുട്ടികളുടെ ഭരതനാട്യമായിരുന്നു കേട്ടോ നടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളിത് നടന്ന് അടുത്ത സ്റ്റേജ് എത്തി. ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ ആൾക്കാരൊക്കെ തിക്കും തിരക്കും കൂട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഇവിടെ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വഞ്ചിപ്പാട്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ബാക്കിൽ ഒരാൾ കുടയെല്ലാം വീശി നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇമ്മയോട്ട് പറഞ്ഞത് ഇത് വഞ്ചിപ്പാട്ടാണെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വഞ്ചിപ്പാട്ടെല്ലാം കാണുന്നത്. ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ചേച്ചിമാരുടെ വോയിസും എല്ലൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ചേച്ചിമാരുടെ കോസ്റ്റ്യൂമെല്ലാം നല്ല സൂപ്പറായിരുന്നു. ആ ചേച്ചി നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു. കൂടെയുള്ളവർ നന്നായി പാടിയിട്ടോ. അവിടെ കൈകൊട്ടിയിട്ടാട്ടോ പാടുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നടക്കുമ്പോഴാണ് അവിടെ ഒരു ചേട്ടൻ പഞ്ഞിമുട്ടായി വെക്കുന്നത്. ആദ്യം എന്താണെന്ന് തന്നെ മനസ്സിലായില്ല. പിന്നെ എനിക്ക് ഉമ്മയാണ് പറഞ്ഞു തന്നത് പണ്ടത്തെ പഞ്ഞിമുട്ടായാണെന്ന്. അപ്പം ഞാൻ കഴിച്ചിട്ടില്ല പറഞ്ഞപ്പോൾ ഉമ്മ ഞങ്ങൾക്കത് വാങ്ങി തന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മേക്കുട്ടിക്കൊക്കെ വാങ്ങിക്കൊടുത്തു. ഞാൻ കഴിക്കണിട്ട് മേക്കുട്ടി അവിടുന്ന് ഓടി വന്നിട്ട് വാങ്ങി കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അതും തന്നെ നടപ്പായിട്ടോ. ഒപ്പം ഞങ്ങളുടെ വെല്ലിക്കാക്കും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയത് പാർക്കിലേക്കാണ്. അങ്ങനെ പാർക്കിൽ ഇപ്പോൾ പുതിയതായി സാധനങ്ങളൊക്കെ വന്നു കേട്ടോ. മേക്കുട്ടിക്ക് പിന്നെ പാർക്ക് പറഞ്ഞാൽ നല്ല ഇഷ്ടമല്ല. മേക്കുട്ടി അങ്ങനെ ഓടിപ്പോയിട്ടോ പാർക്കിൽ കളിക്കാനായിട്ട്.
മേക്കുട്ടി അങ്ങനെ ആദ്യം കയറിയത് എന്ന് പറയുന്നത് ഒരു വലിയ സ്ലൈഡിലാണ് കേട്ടോ. ആ സ്ലൈഡെല്ലാം ഒഴിച്ചിക്കായിട്ട് പിന്നെ ഞങ്ങൾ നേരെ പുതിയ സാധനങ്ങളുടെ അടുത്തേക്ക് പോയി. എന്താ പുതിയ സാധനം വന്നത് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ അഡ്വെഞ്ചർ പാർക്കാട്ടോ. ഞങ്ങൾക്ക് ആ മേലെല്ലാം കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ എല്ലാം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അത് ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, വലയിലെല്ലാം കുത്തിപ്പിടിച്ച് കയറാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ടയറിലെല്ലാം പിടിച്ച് കയറി. അങ്ങനെ ഞാൻ മാത്രമല്ലായിരുന്നു, കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞാനും മേക്കുട്ടി എല്ലാം കയറി. മേക്കുട്ടി അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ലിപ്പാവാനൊക്കെ പോയി. പിന്നെ ഇതാണ് കേട്ടോ, പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു ചെറിയ കയറിൽ കാലുകൊണ്ട് പോവുക പറഞ്ഞാൽ മേക്കുട്ടി അങ്ങനത്തെ എങ്ങനെയൊക്കെ പോയി. ഞാൻ അത് വീഴാൻ പോയിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഒക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മേക്കുട്ടി ഒരു കൂസലില്ലാണ്ടാട്ടോ പോണത്. ഇതിലൊക്കെ കയറാൻ പിന്നെ ഈസി ആയിരുന്നു. ഞാൻ ആദ്യമൊക്കെ കയറി, പക്ഷെ ഒക്കെ പറ്റിയില്ല കേട്ടോ ഗൈസ്. ഞാനെല്ലാം വീണു അപ്പുറത്തെത്താടി. ഞാൻ എല്ലാത്തിലും വീഴുക കേട്ടോ ചെയ്തത്. വീഴല്ല, ഒക്കെ അവിടെ നിന്ന് ഇരിക്കാൻ പറ്റാണ്ട് ഞാൻ വിളിച്ച് പോവായിരുന്നു കേട്ടോ. മേക്കുട്ടി ഒരു കൂസലില്ലാണ്ട് കയറി പോവായിരുന്നു. ഞങ്ങൾക്ക് കയറാൻ പറ്റാണ്ട് ഞാനവിടെ ഒരു മുക്കിലിരുന്ന് കാണുമായിരുന്നു കേട്ടോ. പിന്നെ അമ്മ പറഞ്ഞു കയറ്, മീക്കുട്ടീനൊക്കെ കണ്ടു പഠിക്കടി. പിന്നെ ഞാനും കുത്തി പിടിച്ച് കയറി അതിൻ്റെ ഇടയിൽ പോവാൻ നോക്കുമ്പോഴേക്ക് പറ്റുന്നില്ല. കുറേ നേരമായി ഞാൻ പോവാൻ നോക്കണം. മീക്കുട്ടി അപ്പത്തിനും അപ്പുറത്ത് കിട്ടി. എടി എന്നെയും കൂടി കൊണ്ടുപോടി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് അവൾ കേട്ടില്ല കേട്ടോ. അവളങ്ങനെ കുറേ വട്ടം കയറി ഇറങ്ങിയിട്ടിരുന്നു കേട്ടോ. ഞാനിപ്പോഴും അവിടെ തന്നെ തൂങ്ങി പിടിച്ച് ഇരിക്കുക കേട്ടോ. എനിക്കിപ്പോഴും കയറാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും അങ്ങ് ഉരുസിപ്പോയപ്പോൾ വീണ്ടും ഇറങ്ങി. പിന്നെ ഞാൻ പരിശ്രമിച്ചു കേട്ടോ. പിന്നെ ഞാൻ തോറ്റി വിടില്ല പറഞ്ഞിട്ട് എൻ്റെ കാലെല്ലാം വേദനിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചെരുപ്പെല്ലാം ഇട്ട് കയറി കേട്ടോ. പിന്നെ കുറേ നേരമായി കുത്തിപ്പിടിച്ച് കയറാൻ തുടങ്ങി. ഇപ്പോൾ വീഴുന്നു പറഞ്ഞിട്ടാട്ടോ ഞാൻ ഇരിക്കണത്. എത്ര കുട്ടികളൊന്നും അറിയാം അപ്പുറത്തൊക്കെ പോയിട്ട് ഇരിക്കണത്. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി പോണ്ട ചേച്ചി, പോണ്ടെങ്കിൽ പോയോ എന്നിട്ട് അവിടെ കയറാൻ പറ്റാണ്ട് അയ്യോ പറഞ്ഞിട്ട് ഞാൻ അപ്പം മിയ ദിയ പറഞ്ഞിട്ടായിട്ടിരിക്കണേ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ അപ്പുറത്ത് കൂടെ ഇറങ്ങി. അപ്പം മിയ നീ അവിടെ എത്തിയോ, നിൽക്കടി ഇന്നെ ഒന്ന് കാത്തിക്കടി പറഞ്ഞിട്ട് അവൾ ഈസി ആയിട്ട് കയറിയിട്ടാ. അപ്പം അതുകൊണ്ട് ഇന്ന് തലയിൽ ചവിട്ടാനത്. പിന്നെ നേരെ പോകുമ്പോഴത്തേക്ക് കുട്ടി അപ്പുറത്തുനിന്ന് കയറി വരണം. അയ്യോ, അങ്ങനെ ഞങ്ങൾ പാർക്കിൽ കളിച്ചിട്ടെല്ലാം ഇറങ്ങി. ഞങ്ങൾ മെയിൻ സ്റ്റേജിലേക്ക് വീണ്ടും നടപ്പായി. മെയിൻ സ്റ്റേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ അവിടെ തിക്കും തിരക്കും. എന്താണെന്ന് പോയി നോക്കുമ്പോഴേ സിനിമ നടിമാരെ, സീരിയൽ നടിമാരെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ പ്രോഗ്രാം കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നടക്കുമ്പോഴേ 24 ചാനലിൻ്റെ പ്രോഗ്രാം. പിന്നെ ഞങ്ങൾ അതും കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ചേച്ചിമാരായിരുന്നു കേട്ടോ ആ പ്രോഗ്രാമിനെ നടത്തുന്നുണ്ടായിരുന്നത്. പിന്നെ അതെല്ലാം കണ്ടിട്ട് ലാലേട്ടനെ കാണാൻ പോയപ്പോൾ അവിടെ മൊത്തം തിക്കും തിരക്കും. ഞങ്ങൾക്ക് ലാലേട്ടനെ കാണാൻ പറ്റിയില്ല ഗൈസ്. പകരം ഞങ്ങൾക്ക് ലാലേട്ടൻ്റെ കുറച്ച് നെയിം സ്ലിപ്പെല്ലാം കിട്ടി കേട്ടോ. നെയിം സ്ലിപ്പും പിന്നെ എന്തോ ഒരു പേപ്പറൊക്കെ കിട്ടി കേട്ടോ. അതെന്താണെന്നൊക്കെ അറിയില്ല. ആ പേപ്പറൊക്കെ കിട്ടി കേട്ടോ. ഒരു ചേച്ചിയാണ് ഞങ്ങൾക്കെല്ലാം പേപ്പർ തന്നത്. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം കൂടി നിന്ന് കേരളേൻ്റെ അവിടെ നിന്നൊക്കെ ഫോട്ടോ എല്ലാം എടുത്തിട്ട് എൻ്റെ നെയിം സ്ലിപ്പെല്ലാം നോക്കിയിട്ട് ഞാൻ നടക്കുക കേട്ടോ. ഞങ്ങളങ്ങനെ നേരെ ബസ് സ്റ്റാൻഡിലൊക്കെ എത്തി. അങ്ങനെ ഞങ്ങൾ വടക്കേ സ്റ്റാൻഡിലെത്തിയ ശേഷം 1-2 റീൽസ് എല്ലാം എടുത്തിട്ട് ബസ് കയറി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇവിടെ ഇഷ്ടമായെന്ന് വെച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.